നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തെ നടുക്കിയ ഒരു ദുരന്ത വാർത്തയുമായിട്ടാണ് ഈ പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ. ആഘോഷങ്ങൾക്ക് വെളിച്ചം പകരേണ്ട കരിമരുന്ന് ഉഗ്രസ്ഫോടനമായി മാറിയപ്പോൾ തൃശൂർ മുണ്ടത്തിക്കോട് പൊരിഞ്ഞുപോയത് 13 ജീവനുകളാണ്. നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ 10ാം വാർഷികം കഴിഞ്ഞ് കേവലം ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോഴാണ് സമാനമായ ഈ ദുരന്തം ഇങ്ങനെ ആവർത്തിക്കുന്നത്. ആ പ്രദേശം മുഴുവൻ ഇന്ന് നിശബ്ദതയിലാണ്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഇതിനിടയിൽ ആശുപത്രിയിൽ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്തായാലും പൂരത്തിന്റെ ആ ഒരു പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പൂരം ചടങ്ങുകൾ മാത്രമാക്കുമോ എന്ന തരത്തിലുള്ള ആലോചനകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. ഈ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ പകച്ചു നിൽക്കുന്ന ഒരു നാടിന്റെ നോവ് നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം തലക്കെട്ട്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ 13 മരണം, 3 പേരെ തിരിച്ചറിഞ്ഞു. 5 പേരുടെ നില ഗുരുതരം. 10 പേർ ICUവിൽ. പോസ്റ്റ്മോർട്ടം രാവിലെ പുനരാരംഭിക്കും. മൃതദേഹ ഭാഗങ്ങൾക്കായി ഇന്നും തെരച്ചിൽ. കെടാവർ നായ്ക്കളെ അടക്കം എത്തിച്ച് പരിശോധന. ഫോറൻസിക് പരിശോധന ഇന്ന്. തിരിച്ചറിയാൻ കഴിയാത്തവരുടെ DNA സാമ്പിളുകൾ സ്വീകരിക്കും. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ചടങ്ങ് മാത്രമായി നടത്താൻ ആലോചന. അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിൽ. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ കാലാവധി നീട്ടി അമേരിക്ക. ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാനാണ് തീരുമാനമെന്നും നാവിക ഉപരോധം നീക്കില്ല എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം. പാകിസ്ഥാനിലെ സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ. തമിഴ്നാടും ബംഗാളിലെ 152 മണ്ഡലങ്ങളും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചരണം. ഭരണം ഉറപ്പാക്കാൻ മുന്നണികൾ. ഇരു സംസ്ഥാനങ്ങളിലും കനത്ത സുരക്ഷ. വാൽപ്പാറ വാഹനാപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. മരിച്ചത് കോയമ്പത്തൂരിൽ ചികിത്സയിലായിരുന്ന നൌഷാദ് അലി. വിശദമായ വാർത്തകൾ നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ഒരു പ്രഭാതം കൂടിയാണ്. 13 ജീവനുകളാണ് നഷ്ടമായത്. കഴിഞ്ഞ ദിവസം ഈ നടന്ന വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ എന്തായാലും നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഈ സ്ഫോടനം നടന്ന ഇടങ്ങളിൽ ഇന്ന് ഫോറൻസിക് പരിശോധന നടത്തുകയാണ്. പ്രധാനമായും എന്താണ് ഈ സ്ഫോടനത്തിനുള്ള കാരണം എന്ന് അറിയേണ്ടതുണ്ട്. മാത്രവുമല്ല പല മൃതശരീരങ്ങളും ഇങ്ങനെ ചിന്നിച്ചിതറിക്കിടക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അത് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് മുണ്ടത്തിക്കോട് അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം ഹരീഷിലേക്കാണ്. ഹരീഷ്, രാവിലെ തന്നെ ഫോറൻസിക് പരിശോധന നടത്തും. മാത്രമല്ല ഈ കെടാവർ നായകളെ അടക്കം അവിടെ എത്തിച്ചാണ് പരിശോധന നടത്തുന്നത്. ഡ്രോൺ പരിശോധന ഇപ്പോൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കാരണം, അല്ലെങ്കിൽ ഇനിയും മൃതശരീരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നതറിയുന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ നടക്കുക. ഇപ്പോൾ എന്താണ് നിലവിലത്തെ സാഹചര്യം? ലിജിൻ, അതുതന്നെയാണ് ഇന്ന് രാവിലെ ഈ ജില്ലാ പോലീസ് മേധാവി അടക്കം ഇവിടെ എത്തി ഈ ഒരു തിരച്ചിലിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ വിലയിരുത്തിയിരുന്നു. കെടാവർ നായ്ക്കളെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധനയും ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. ലിജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഈ ഒരു റിമൈൻസ് ഇനി എന്തെങ്കിലും ബാക്കി കിട്ടാനുണ്ടോ എന്നുള്ളൊരു തിരച്ചിലാണ് ഇന്ന് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇതിനോട് ചേർന്നുള്ള പാടത്ത് തിരച്ചിൽ നടത്തിയപ്പോൾ അത്തരത്തിലുള്ള റിമൈൻസ് കിട്ടിയിരുന്നു. അത് ഈ ഒരു പ്രദേശത്തു കൂടി തിരച്ചിൽ അവിടെയും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇന്ന് ഈ ഒരു സംഘം പ്രധാനമായും പരിശോധന നടത്തുന്നത്. നമുക്ക് ഇരു ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ്, ഫോറൻസിക് സംഘം, അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ്, ഡ്രോൺ പറത്തുന്ന സംഘം തുടങ്ങി എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ ഒരു പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം വലിയ ഒരു സ്ഫോടനം നടന്നത്. ആ ഒരു പ്രദേശത്തേക്ക് കഴിഞ്ഞ ദിവസം ഈ ഉദ്യോഗസ്ഥർക്ക് എത്താൻ തന്നെ മണിക്കൂറുകൾ എടുത്തു. കാരണം
കാരണം ആ ഒരു പ്രദേശം മുഴുവൻ തീ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല അവിടെ ഈ വെടിക്കോപ്പുകൾ ഉള്ളതിനാൽ ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്കയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മണിക്കൂറുകൾ എടുത്ത് ഈ ഒരു തീ അണച്ചാണ് ഈ ഉദ്യോഗസ്ഥർ ആ ഒരു പ്രദേശത്തേക്ക് എത്തിയത്. പക്ഷേ ഇന്നലെ വളരെ വൈകിയതിനാൽ ആ പ്രദേശം മുഴുവൻ തിരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. രാത്രി ഏറെ വൈകിയിരുന്നു. അതുകൊണ്ട് താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ പുനരാരംഭിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ തിരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തെങ്കിലും റിമൈൻസ് ഉണ്ടോ, ബോഡി റിമൈൻസ് ഉണ്ടോ എന്നത് കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. ഈ സമീപത്തുള്ള കുളങ്ങളിലും കിണറുകളിലും അടക്കം ഇന്ന് ഈ പരിശോധന നടത്തും. സ്കൂബ ടീമെ കൊണ്ടുവന്ന്, മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് ആ ഒരു പ്രദേശത്ത് മുഴുവൻ ഇന്ന് പരിശോധന നടത്തും. എന്തെങ്കിലും ഈ ഒരു റിമൈൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ പരിശോധിക്കും. കഴിഞ്ഞ ദിവസം ഈ തൊട്ടടുത്തുള്ള പാടത്തിൽ നിന്നാണ് ഉച്ചയോടുകൂടി ഈ ഒരു മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പലതും ചിന്നിച്ചെതറിയ നിലയിലായിരുന്നു. അത് ചാക്കിൽ കെട്ടിയാണ് ഇവർ കൊണ്ടുപോയത്. സമാനമായ രീതിയിൽ ഇനിയും ഈ ഒരു പ്രദേശത്ത് അത്തരത്തിലുള്ള റിമൈൻസ് ഉണ്ടോ എന്ന് തന്നെയായിരിക്കും പ്രധാനമായും ഇന്ന് ഈ ഒരു ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. അതിനുവേണ്ടുള്ള സജ്ജീകരണങ്ങളാണ് ജില്ലാ കളക്ടർ അടക്കം ഇപ്പോൾ ഈ ഒരു പ്രദേശത്തെത്തിയിട്ടുണ്ട്. അതുപോലെ ജില്ലാ പോലീസ് മേധാവി അടക്കമുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പരിശോധന ഇന്ന് തുടരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇനിയും ആളുകളെ പലരെയും ഈ ഒരു റിമൈൻസ് കിട്ടാൻ ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. പലരെയും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു തിരച്ചിൽ അനിവാര്യമാണ് എന്ന് കഴിഞ്ഞ ദിവസം അധികൃതരും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്നും ആ ഒരു തിരച്ചിൽ തുടരും എന്നുള്ളൊരു കാര്യവും അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യവും കൃത്യമായി തന്നെ അധികൃതർ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിക്കാമെന്ന ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്ത് ആ ഒരു സജ്ജീകരണങ്ങളിൽ ഈ ഒരു കെഡാവർ ഡോഗിനെയും മറ്റു ഡ്രോൺ സംവിധാനവും ഫോറൻസിക് പരിശോധനയടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഒരു വിപുലമായ പരിശോധന ഇന്നും നടത്താമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഈ ഒരു ഉദ്യോഗസ്ഥരെത്തിയത്. ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ ഒരു മുണ്ടത്തിക്കോട് ഈ വെടിക്കെട്ട് അപകടം നടന്ന ആ പ്രധാന സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ആ ഒരു ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പുക ഉയരുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു വലിയ പ്രദേശം മുഴുവൻ കത്തി ചാമ്പലായി കിടക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തൃശ്ശൂരിനെ ഞെട്ടിച്ച ആ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുഃഖകരമായ ദിവസങ്ങളിൽ ഒന്ന് എന്ന് രേഖപ്പെടുത്താവുന്ന ദിവസമാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. അന്ന് രാവിലെ വരെ വളരെയധികം സന്തോഷത്തോടു കൂടി വെടിക്കോപ്പുകൾ കൊണ്ടിരുന്ന ആളുകളാണ് ഉച്ചയോടുകൂടി ഒരു നിമിഷം കൊണ്ട് പലരും ഇല്ലാതായി, പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. അങ്ങനെ ഈ മുണ്ടത്തിക്കോട് പാടം അതൊരു ദുരന്ത ഭൂമിയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. വളരെ വൈകിയും നാട്ടുകാരും അതുപോലെ തന്നെ ഈ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയിരുന്നു. പലരും കലങ്ങിയ കണ്ണുകളോടെ മടങ്ങിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇനി മറ്റ് റിമൈൻസ് ഇവിടെ അവശേഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം കണ്ടെത്തുക. എന്നിട്ട് ആ ഒരു നടപടികൾ, അതായത് ഇനിയും നിരവധി പേരുടെ തിരിച്ചറിയാനുള്ള സാഹചര്യത്തിൽ ഇവരെല്ലാം കണ്ടെത്തി കൃത്യമായ രീതിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളും അതോടൊപ്പം സംസ്കാര നടപടികളും എല്ലാം കൃത്യമായി തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള റിമൈൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തുക എന്നുള്ളൊരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് ഈ ഒരു ഉദ്യോഗസ്ഥരെത്തിയത്. അത് കൃത്യമായി തന്നെ നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനങ്ങൾ, അതായത് ഈ ഡോഗ് സ്ക്വാഡ്, അതുപോലെ ഡ്രോൺ സംവിധാനം, ഈ ഫോറൻസിക് സംവിധാനങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി വിപുലമായ രീതിയിൽ ഒരു തിരച്ചിൽ ഇന്ന് ഈ വെടിക്കെട്ട് നടന്ന ഈ ഒരു പ്രദേശത്ത് നടത്താമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് അധികൃതർ എത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ ഒരു പോലീസും അതുപോലെ ഫയർഫോഴ്സും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വലിയ സംഘം ഇന്ന് ഇവിടെ തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ തുടങ്ങും. അതിൻ്റെ മുൻപുള്ള ആ ഒരു കൂടിയാലോചനയാണ് കളക്ടറുടെയും ഒപ്പം ഈ ഒരു ജില്ലാ പോലീസ് മേധാവിയുടെയും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഒരു കൂടിയാലോചന ഈ ഒരു തിരച്ചിലിന് മുൻപുള്ള ചില ക്രമീകരണങ്ങൾ. തീർച്ചയായിട്ടും ഹരീഷിലേക്ക് വരാം. എന്തായാലും അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ പുനരാരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു. മാത്രമല്ല എത്രത്തോളം ലൈറ്റ് ഉണ്ട് എങ്കിൽ പോലും വിശദമായ പരിശോധന നടത്താൻ അത് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അധികൃതർ അവിടെ നിന്ന് വ്യക്തമാക്കിയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പരിശോധന പുനരാരംഭിക്കും. ഹരീഷിലേക്ക് വരാം. ഇനി ആശുപത്രിയിലെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ അപകടത്തിൽ പരിക്കേറ്റ 5 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ 2 പേർ വെന്റിലേറ്ററിലാണ് ഉള്ളത്. ആകെ 11 പേരാണ് ചികിത്സയിലുള്ളത്. രാവിലെ മുതൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഒപ്പം തന്നെ ഈ 7 പേരുടെ പൂർണ്ണ മൃതദേഹങ്ങൾ ലഭിച്ചതായിട്ടാണ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചത്. അതിൽ തന്നെ 3 പേരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ആദ്യം കളക്ടറുടെ വാക്കുകളിലേക്ക്. 13 പേരായിരുന്നു. അതിൻ്റെ ഉള്ളിൽ
2 പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ 11 പേരാണ് ബാക്കിയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അതിൽ 5 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ട് തുടരുന്നത്. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. ബാക്കി ഉള്ളവർ നോട്ട് ക്രിട്ടിക്കലാണ്. 6 പേര് നോട്ട് ക്രിട്ടിക്കലായിട്ട് ഇവിടെ ചികിത്സ തേടുന്നുണ്ട്. അതിലൊരു 14ാമത്തെ ആൾ ഇപ്പോൾ എലൈറ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം മാറി അവിടെ ചികിത്സ തേടുന്ന ഒരാളുണ്ട്. നമുക്ക് 5 പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരുടെ ബോഡിയാണ് വിട്ട് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം പ്രോസസ്സ് രാവിലെ തന്നെ ആരംഭിക്കും. അതുപോലെ DNA സാമ്പിളിംഗ് എടുക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തും. ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് 3 ബോഡീസ് ഡിസ്പ്യൂട്ടൊന്നും ഇല്ലാതെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 2 ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിന്റെ DNA സാമ്പിളിങ്ങിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 5 എണ്ണമാണ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്. ബാക്കി 4 നമ്മൾ DNA സാമ്പിളിങ്ങിന് ശേഷം മാത്രം കൊടുക്കാം. ഡിസ്ചാർജ് ചെയ്തവരുടെ പേര് ഞാൻ പറയാം. ഒരു സംശയം, ഈ 5 എണ്ണത്തിൽ 5ഉം കൺഫേം ചെയ്തു ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് 2 എണ്ണത്തിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് DNA സാമ്പിളിങ്ങിന് ശേഷം മാത്രമാണ് അതിന്റെ കൺഫർമേഷൻ നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം മാത്രമാണ് ബോഡി റിലീസ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മുടെ പോലീസിന്റെയും ഫയറിന്റെയും എല്ലാ ടീമും ഉണ്ട്. എൻക്വയറിയുടെ ടീമും ഉണ്ട്. ഇന്നലെ പാലക്കാട് നിന്ന് എത്തിയിരുന്നു, എറണാകുളത്ത് നിന്ന് എത്തിയിരുന്നു. ബാക്കി ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇപ്പോൾ ഉണ്ട്. അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ വിളിക്കും. അതിൽ 2 പേര് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. 5 പേരാണ് ക്രിട്ടിക്കൽ. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. ബാക്കി 6 പേരുടെ കുഴപ്പമില്ല, വൈറ്റൽസ് ഒക്കെ ഓക്കെയാണ്. ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് 5 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇതിൽ 2 പേർ തന്നെ വെന്റിലേറ്ററിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിയൊക്കെ അറിയിച്ചിരുന്നു വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നുള്ളത്. ശ്രീജിത്ത് അവിടെ നിന്നും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇവിടെ 3 പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ മൃതദേഹങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. കാരണം പലരുടെയും തിരിച്ചറിയാൻ പോലും ആകാത്ത അവസ്ഥയിലാണ്. അതിൻ്റെ ഭാഗമായി ഈ DNA ടെസ്റ്റ് അടക്കമുള്ളവ നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതൊക്കെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ലിജിൻ, അതുതന്നെയാണ്. ഇന്നലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഏകോപനങ്ങളും ചടുലമായി തന്നെ നടന്നിരുന്നു. ഇപ്പോൾ കളക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പേരെ തിരിച്ചറിഞ്ഞത്. ഒരാൾ വാസുദേവൻ, മറ്റേയാൾ സുദർശൻ. ഇവർക്ക് രണ്ടും 54 വയസ്സ് വീതമാണ് പ്രായം. ഒരാൾ പാലക്കാട് സ്വദേശിയും ഒരാൾ തൃശ്ശൂർ സ്വദേശിയുമാണ്. ഇവരുടെ മൃതദേഹങ്ങൾ ഈ പറഞ്ഞ മാതിരി കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് വിട്ടുകൊടുക്കാൻ സാധിച്ചു. സുദർശന്റെയും ഒപ്പം ഈ വാസുദേവന്റെയും. എന്നാൽ സുവിൻ 40 വയസ്സുള്ള സുവിന്റെ മൃതദേഹവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതും ആ മൃതദേഹം കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പിന്നീട് കൃത്യമായ മരിച്ച മൃതദേഹങ്ങളുണ്ടെങ്കിലും അതിൽ തിരിച്ചറിയുന്നതിൽ ഒരല്പം ആശയക്കുഴപ്പം ബാക്കി നിൽക്കുന്നതിനാൽ ബാക്കി പരിശോധന കൂടെ നടത്തിയിട്ട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാവുന്ന തീരുമാനത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. അതാണ് 7 പേര് ഉണ്ടെങ്കിലും 3 പേരെ മാത്രമേ 3 പേർക്ക് മാത്രമേ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 9 ഒരു നിമിഷം. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ മുണ്ടത്തിക്കുട അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിലെത്തി കൃത്യമായി തന്നെ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം ഈ സംഭവം നടന്ന മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇത് തുടരാം. ലിജിൻ, തീർച്ചയായിട്ടും ഇന്നലെ അദ്ദേഹം രാത്രി ഈ വൈകി 1 മണിയോടുകൂടി ഈ മെഡിക്കൽ കോളേജിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിലിരിക്കുന്നവരുടെ വിശദാംശങ്ങൾ തേടുകയും മറ്റ് ഏകോപനങ്ങൾ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മുണ്ടത്തിക്കോട്ടേക്ക് തിരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചടുലമായ അന്വേഷണങ്ങൾ എന്താണ് സംഭവിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുള്ളത് ആവശ്യകതയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 13 പേർ ആകെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൽ 11 പേരാണ് നിലവിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ കളക്ടർ സൂചിപ്പിച്ച കണക്കുകൾ 5 പേരുടെ കാര്യം ICUവിലുള്ളത്, 2 പേർ വെന്റിലേറ്ററാണ്. ഈ 2 പേർ വെന്റിലേറ്ററിലുള്ളതിൽ സതീഷ്, പ്രവീൺ എന്ന 2 പേരാണുള്ളത്. ഈ സതീഷാണ് ഇതിൽ കരാറുകാരൻ. സതീഷിന് നല്ല രീതിയിൽ പൊള്ളലേറ്റിരുന്നു. ഏതാണ്ട് 90% പൊള്ളലേറ്റ ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ ചികിത്സയിലാണ് 2 പേരും കഴിയുന്നത്. ഈ പ്രത്യേകിച്ച് ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കാരണം ആരോഗ്യമന്ത്രി ഇന്നലെ വൈകുന്നേരം തന്നെ ഒരു അവലോകന യോഗം മെഡിക്കൽ കോളേജിൽ കൂടിയിരുന്നു. മന്ത്രി VN വാസവൻ, P രാജീവ്, ഒപ്പം തന്നെ ബിന്ദു, ഇങ്ങനെ 4 മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചതിൽ വളരെ വ്യക്തമായി പറഞ്ഞത് ഈ തൃശ്ശൂർ ഒരു പൊള്ളൽ ചികിത്സാ കേന്ദ്രം എന്നുള്ള രീതിയിൽ വളരെ വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയുന്ന ഒരു കേന്ദ്രമാണ്. 3 പ്ലാസ്റ്റിക് സർജന്മാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇതുകൂടാതെയാണ് കോഴിക്കോട് നിന്നും എറണാകുളത്ത് നിന്നും കോട്ടയത്ത് നിന്നും ഒക്കെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇവിടെ എത്തിച്ചേരുകയും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിലവിൽ ഇവിടെ ചികിത്സയിലുള്ളവരുടെ കാര്യത്തിൽ വിദഗ്ധ ചികിത്സ എന്നുള്ള കാര്യത്തിൽ ആശങ്കയ്ക്ക് വകയില്ല. പക്ഷേ തീപ്പൊള്ളലായത് കാരണം നമുക്കറിയാം അതിൽ കുറേ പരിമിതികളും കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ 90% പൊള്ളലേറ്റ ആളുകളുടെ ഒരു കാര്യം
കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മാത്രമല്ല മരണം എത്ര പേർ മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായൊരു കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ദൃക്സാക്ഷികൾ പറഞ്ഞനുസരിച്ച് മന്ത്രി വി എൻ വാസവൻ ഇന്നലെ വ്യക്തമാക്കിയത് 42 പേർ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ്. 42 എന്നുള്ള കൃത്യമായ കണക്കല്ലെങ്കിലും ഏതാണ്ട് 40-നടുത്ത് എന്നുള്ള കണക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ 13 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ പോലും കൃത്യമായി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് 7 പേരെ മാത്രമാണ്. 9 പേരുടെ ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് എത്ര പേരുടേതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ DNA സാമ്പിളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണം. അതിനുവേണ്ടിയാണ് രാജീവ് ഗാന്ധി ബയോടെക്നോളജി കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തി DNA സാമ്പിൾ ശേഖരിച്ച ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. മാത്രമല്ല നേരത്തെ ഹരീഷ് സൂചിപ്പിച്ച പോലെ മുണ്ടത്തിക്കോട് ഇനിയും തിരച്ചിലുകൾ നടത്തി കുളത്തിലും മറ്റ്, കാരണം ഇന്നലെ വെളിച്ചം കുറവായതുകൊണ്ട് വൈകുന്നേരം അധിക നേരം തിരച്ചിൽ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം 3.5 മണിക്ക് ഈ ഒരു അപകടം ഉണ്ടായെങ്കിൽ പോലും ആദ്യ ഒരു ഘട്ടത്തിൽ ഒരു 1.5-2 മണിക്കൂർ നേരം ഈ ഫയർഫോഴ്സിനോ മറ്റ് രക്ഷാ ദൗത്യ സംഘത്തിനോ അടുത്തേക്ക് എത്താൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. പൊട്ടിത്തെറികൾ തുടർന്ന് നടക്കുകയായിരുന്നു. പിന്നീട് പൂർണ്ണമായും വെള്ളം ഒഴിച്ച് ഈ തീ അണച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു തിരച്ചിൽ പൂർണ്ണമാക്കിയാൽ മാത്രമേ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ബാക്കി ശരീരഭാഗങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇത് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് ഇത് തിരിച്ചറിയുക എന്നുള്ള കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ വ്യാപ്തി ഇപ്പോഴും നമുക്ക് പൂർണ്ണമായും വ്യക്തമല്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം മരണസംഖ്യയുടെ കാര്യത്തിലൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് കൃത്യമായൊരു കണക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും അപകടവുമായി ബന്ധപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് കൂടി അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇത് ചൂടുള്ള കാലാവസ്ഥ, കർഷണം മൂലം സംഭവിച്ചതാണോ, പ്രത്യേകിച്ച് കരുതലൊക്കെ എടുത്താണ് അവർ മുന്നോട്ട് പോയതെന്ന് പറയുന്നു. കാരണം ഇപ്പോൾ ആശുപത്രിയിൽ പൊള്ളലേറ്റ് അതീവ ഗുരുനിലയിൽ വെന്റിലേറ്റർ കഴിയുന്ന ഈ സതീഷ് എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങളായി ഈ ഒരു മേഖലയിലെ പരിചയസമ്പന്നനായ വ്യക്തിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുണ്ടത്തിക്കോട് മണി ഉൾപ്പെടെയുള്ളവർ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാണ്. 2024 പ്രത്യേകിച്ച് പാറമേക്കാവും ഒപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വവും ഒരുമിച്ച് കരാർ കൊടുക്കേണ്ട ഒരു സാഹചര്യം പോലും ഈ സതീഷിനുണ്ടായി. കാരണം അങ്ങനെ സംഭവിക്കാറില്ല. കാരണം രണ്ടുപേരും പരസ്പരം രഹസ്യാത്മകമായാണ് ഇത്തരം മത്സര വെടിക്കെട്ട് പോലെ പുതുമകൾ സൃഷ്ടിക്കുന്നത്. പക്ഷേ അങ്ങനെ പരിചയസമ്പന്നനായ ഒരു വ്യക്തിയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. മാത്രമല്ല 5 സംഭരണ കേന്ദ്രങ്ങൾ ഈ 5 ഏക്കർ സ്ഥലത്ത് ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് പല സമയത്തായി പൊട്ടേണ്ട പടക്കങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പ്രകമ്പനം നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും ആ ഒരു മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഇനിയുള്ള സമയങ്ങളിൽ നടക്കുന്നത്. ലിജിൻ, തീർച്ചയായിട്ടും എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനും തന്നെ ആരംഭിക്കും. നേരത്തെ തന്നെ ജില്ലാ കളക്ടർ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിൽ 2 പേരാണ് വെന്റിലേറ്ററിലുള്ളത്. ഒപ്പം തന്നെ ഇതിൽ 3 പേരെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചില മൃതശരീരങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരെ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് DNA പരിശോധന നടത്തി അതിൻ്റെ ഫലം വന്നതിന് ശേഷമായിരിക്കും അക്കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തീരുമാനിക്കുക. ഇനി ഒരിക്കൽ കൂടി ഹരീഷിലേക്ക് പോവുകയാണ്. മുണ്ടത്തിക്കോട് ഈ അപകടം നടന്ന സ്ഥലത്താണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. ഹരീഷ്, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫോറൻസിക് പരിശോധന എന്താണ് ഈ പൊട്ടിത്തെറിക്ക് കാരണം, അല്ലെങ്കിൽ എന്താണ് പൊട്ടിത്തെറിക്ക് ഇടയാക്കിയ സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ കനത്ത ചൂട് എന്നുള്ളൊരു പ്രാഥമിക നിഗമനം എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായി അത്തരത്തിലുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമല്ലേ? എന്തായാലും മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണമൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശരീരാവശിഷ്ടങ്ങളാണ്. അവിടെ കഴിഞ്ഞ ദിവസവും രാത്രി വൈകിയും പരിശോധന നടത്തി. എന്നിരുന്നാൽ പോലും വളരെ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പരിശോധന പൂർണ്ണമായിട്ട് നടത്താൻ സാധിക്കൂ എന്ന് അധികൃതർ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രകാശം വന്നതിന് ശേഷം നേരം പുലർന്നതിന് ശേഷം പരിശോധന കൂടുതൽ ഊർജിതമാക്കാനായിരുന്നു തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. കേവലം മിനിറ്റുകൾക്കകം തന്നെ, അതായത് അല്പസമയത്തിനകം തന്നെ പരിശോധന വീണ്ടും പുനരാരംഭിക്കും. പ്രത്യേകിച്ച് സമീപത്തെ കുളങ്ങളും അതോടൊപ്പം തന്നെ ഈ കിണറുകളും അടക്കമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഫോടനമുണ്ടായി പല മൃതശരീരങ്ങളും അല്ലെങ്കിൽ മൃതദേഹങ്ങളും വളരെ അകലെ നിന്നുമാണ് കണ്ടെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ചുറ്റുപാടുമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. കെടാവർ നായ്ക്കളെ അടക്കം അവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടക്കുക. മറുവശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയിലെ കാര്യമാണ്. നിരവധി പേർ ഏകദേശം 5ഓളം പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലുണ്ട്. 11 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം 13 പേരായിരുന്നു. ഇതിൽ 2 പേരെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്.
അപ്രതീക്ഷിതമായിരുന്നു ഈ അപകടം എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ വെടിക്കെട്ട് പുരയിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ കാണാം. ഈ വെടിക്കെട്ട് പുരയിൽ നിറയെ ആവേശവും പ്രതീക്ഷയുമൊക്കെയായിരുന്നു അവർ പങ്കുവച്ചത്. സാമ്പിൾ വെടിക്കെട്ട് ഈ വെള്ളിയാഴ്ച നടക്കാനിരിക്കെ എല്ലാവരും തിരക്കിട്ട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അമൃത ന്യൂസ് സംഘം ഇന്നലെ രാവിലെ ഈ വെടിക്കെട്ട് പുരയിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അത് പകർത്താനും ഒക്കെയായി സ്ഥലത്ത് എത്തിയിരുന്നു. ഈ വെടിമരുന്ന് നിറയ്ക്കുന്നതും വെടിക്കോപ്പുകൾ തയ്യാറാക്കുന്നതുമൊക്കെ എങ്ങനെയാണ് എന്നവിടെയുള്ള ജീവനക്കാർ കൃത്യമായി തന്നെ അമൃത ന്യൂസിനോട് പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെയാണ്, അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷമാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ സ്ഫോടനമുണ്ടായത്. അതിശക്തമായ ആ സ്ഫോടനത്തിൽ രാവിലെ കണ്ട ആ ഷെഡുകളും ഒപ്പം തന്നെ ഈ പടക്കോപ്പുകളൊക്കെ തന്നെ നിർമ്മിക്കുന്ന നിർമ്മാണ സാമഗ്രികളും നിമിഷ നേരം കൊണ്ടാണ് ചാരക്കൂമ്പാരമായിട്ട് മാറിയത്. കുറച്ച് വർണ്ണവിസ്മി തീർക്കാനാണ് കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ നല്ല അംശങ്ങളുണ്ട്, വെറൈറ്റി അംശങ്ങളുണ്ട്. അതാണ് വളരെ പ്രതീക്ഷയോടെയാണ് അവർ തൃശ്ശൂർ പൂരത്തിനെ തന്നെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് രണ്ട് ദേവസ്വങ്ങളും ഒന്നിനൊന്ന് മികച്ച രീതിയിലുള്ള വെടിക്കോപ്പുകൾ തയ്യാറാക്കുക, പുതുമകൾ നിറയ്ക്കുക, വ്യത്യസ്തതകൾ കൊണ്ടുവരിക എന്നതൊക്കെയാണ് ഇതിന് പിന്നിൽ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വളരെ രഹസ്യാത്മകമായിട്ടായിരിക്കും ഇവരുടെ ഇത്തരത്തിലുള്ള ഈ നീക്കങ്ങൾ, അല്ലെങ്കിൽ പുതിയ പുതിയ പുതുമകൾ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുക. അങ്ങനെ അത്തരത്തിലൊരു നടപടികളൊക്കെ തന്നെ അതിൻ്റെ അണിയറയിൽ ഒരുങ്ങുന്ന വേളയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യം ഒരു അപകടത്തിലേക്ക്, ദുരന്തത്തിലേക്ക് വഴിമാറുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയാണ്. അതിന് തൊട്ട് മുൻപായിരുന്നു അമൃത ന്യൂസ് സംഘം അവിടേക്ക് എത്തുകയും ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. ആ ദൃശ്യങ്ങൾ, അതായത് ഈ അപകടം നടക്കുന്നതിന് കേവലം മണിക്കൂറുകൾക്ക് മുൻപ് അവിടെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ പ്രതീക്ഷയോടെയും, അല്ലെങ്കിൽ എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം വളരെ സന്തോഷത്തോടുകൂടെ, വളരെ ആവേശത്തോടു കൂടെയൊക്കെയാണ് അവർ ആ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. പക്ഷേ കേവലം മണിക്കൂറുകൾക്ക് ഇപ്പുറം അതൊരു ദുരന്ത ഭൂമിയായി, നിശബ്ദ ഭൂമിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും വലിയ ഒരു ദുരന്ത മുഖത്താണ് ഈ തൃശ്ശൂർ ആ മേഖല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോഴും ആളുകളെ ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട്. പല മൃതദേഹങ്ങളൊക്കെ തന്നെ പരിശോധിക്കുക, അല്ലെങ്കിൽ അത് തിരിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നടക്കുമ്പോഴും ഈ തൃശ്ശൂർ പൂരം ചടങ്ങുകൾ മാത്രമാക്കാനുള്ളൊരു നീക്കം നടക്കുകയാണ്. അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും കൈക്കൊള്ളുക. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നാളെ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും ഘടക ക്ഷേത്രങ്ങളുടെയും യോഗം വിളിക്കും. നാളെ രാവിലെ 10:30 യോഗം ചേരുക. ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, ഒരു ദുരന്തമുഖത്താണ്. എന്നിരുന്നാൽ പോലും ഈ പൂരം തൊട്ടടുത്ത് നിൽക്കുന്ന വേളയിൽ അതിനെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള നീക്കങ്ങൾ, അല്ലെങ്കിൽ ഈ കേവലം ചടങ്ങുകൾ മാത്രമായി ഒതുക്കാൻ ഉള്ള കൂടിയാലോചനകളാണോ ഇപ്പോൾ നടക്കുന്നത്? ലിജിൻ, തീർച്ചയായും ഈ ഒരു ദുരന്തം സംഭവിച്ച പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളെല്ലാം മാറ്റി ഒരു ചടങ്ങിലേക്ക് പൂരം ഒതുക്കാം എന്നുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂടിയാലോചന കൂടി നടക്കുന്നുണ്ട്. അത് തീരുമാനമായിട്ടില്ല. അത് മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക. മന്ത്രിസഭാ യോഗം കൂടിയ ശേഷം നാളെ ഈ ദേവസ്വങ്ങളുമായി ഒരു മീറ്റിംഗ്, നാളെ 10:30 പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുമായി ഒരു മീറ്റിംഗ് കൂടി കൂടും. അതിലായിരിക്കും ഈ ഒരു ചടങ്ങായി മാറ്റണോ, ഒരു പൂരം ഒരു ചടങ്ങ് മാത്രമാക്കി മാറ്റണോ എന്നൊരു കാര്യത്തിൽ തീരുമാനമാവുക. അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ത്തിനെ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ചടങ്ങുകൾ മാത്രം മതി, വലിയ ആഘോഷ പരിപാടികൾ വേണ്ട, വെടിക്കെട്ടടക്കമുള്ള പരിപാടികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പൂരം ചടങ്ങിലേക്ക് ഒതുക്കാം എന്നുള്ളൊരു ആലോചന എത്തിയത്. പക്ഷെ അതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അങ്ങനെ ഒരു ആലോചനയാണ് നിലവിൽ നടക്കുന്നത്. കാരണം ഇത്രയും അപകടം സംഭവിച്ച പലരുടെയും ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ പൂരം പരമായി നടത്തണ്ട എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ദേവസ്വവും അതുപോലെ തന്നെ അധികൃതരും എത്തുന്നത്. അങ്ങനെയെങ്കിൽ അത് ചടങ്ങ് മാത്രമായി നടത്താം എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തും. ഈ കൊറോണ സമയത്തൊക്കെ പൂരം ചടങ്ങ് മാത്രമായി നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി തന്നെ വലിയ ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ചടങ്ങ് മാത്രം, അതായത് പ്രധാന ചടങ്ങുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തൃശ്ശൂർ പൂരം, ആ ഒരു രീതിയിലേക്ക് പൂരം ചുരുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നോക്കും
എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ മാറ്റിവെക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ദേവസ്വവുമായി പ്രധാനമായും ഈ ചർച്ച ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാവും. പിന്നീട് നാളെ 10:30 ഈ ഒരു ദേവസ്വം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുമായി ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ പ്രധാനമായും ഈ ഒരു ചടങ്ങുകൾ ഏതൊക്കെ രീതിയിൽ നടത്താൻ സാധിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ തിരച്ചിൽ പുനരാരംഭിക്കും. ഈ ഒരു മുണ്ടത്തിക്കൂടെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു തിരച്ചിലിന് മുന്നോടിയായി ഈ ഒരു ജില്ലാ പോലീസ് മേധാവിയും കളക്ടറൊക്കെയായി കൂടിയാലോചന നടത്തുകയാണ്. ഏതൊക്കെ രീതിയിലാണ് തിരച്ചിൽ എന്നുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വിലയിരുത്തുകയാണ്. ഇനിയും ഇവിടെ നിന്ന് ഈ ഒരു ബോഡി റിമൈൻസ് കിട്ടാനുള്ളതിനാൽ വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഇന്ന് സംയോജിപ്പിക്കുക. അതായത് ഡ്രോൺ സംവിധാനവും ഈ കെടാവർ നായ്ക്കളുടെ ഉപയോഗിച്ചുള്ള തിരച്ചിലും അതുപോലെ മറ്റ് ഈ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. അത് ആ പ്രദേശത്ത് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക. കാരണം ഇനിയും അത്തരത്തിൽ ഈ പടക്കങ്ങളോ വെടിക്കോപ്പുകളോ പൊട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അവ കണ്ടെത്തി നിർവീര്യമാക്കിയതിന് ശേഷം ആ ഒരു പ്രദേശത്തേക്ക് കടന്ന് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്താം എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. ഈ പ്രദേശത്ത് ഈ ഒരു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, അതായത് ജില്ലാ പോലീസ് മേധാവി, കളക്ടർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു തിരച്ചിലിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ പരിശോധിക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. ഇന്ന് കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്നു വിപുലമായൊരു തിരച്ചിൽ ഇന്നുണ്ടാകും. ഈ പ്രദേശത്തെ കുളങ്ങളും കിണറുകളും അടക്കം സ്കൂബ ഡൈവിംഗ് സംഘത്തിനെ കൊണ്ടുവന്ന് പരിശോധിക്കും. അത്തരത്തിലുള്ള ഒരു വിപുലമായ പരിശോധന ഇന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കിയത്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള പാടത്ത് നിന്നും ചില ബോഡി റിമൈൻസ് കണ്ടെത്തിയിരുന്നു. ആ റിമൈൻസ് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഒരു പ്രദേശത്തേക്ക് എത്താൻ ആ സമയത്ത് ഈ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നില്ല. കാരണം വലിയ തീയും പുകയും നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു. മാത്രമല്ല ചില സ്ഫോടനങ്ങൾ അങ്ങിങ്ങായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ ആ ഒരു പ്രദേശത്തേക്ക് എത്തുകയും ഈ തീ ശമിപ്പിക്കുകയും ഈ വെടിക്കോപ്പുകളെല്ലാം നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ ഒരു പ്രദേശത്തേക്ക് ധൈര്യത്തോടു കൂടി ഉദ്യോഗസ്ഥർക്ക് കടന്ന് പരിശോധന നടത്താം എന്നുള്ളതാണ്. പക്ഷേ ബോംബ് സ്ക്വാഡിൻ്റെ സഹായമുണ്ടാകും. ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ആ ഒരു പ്രദേശത്തേക്ക് ഉദ്യോഗസ്ഥരെത്തി കൃത്യമായ രീതിയിലുള്ള പരിശോധന നടക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്ത് ഇനി ബോഡി റിമൈൻസ് ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഡോഗ് സ്ക്വാഡ് കെടാവർ ഡോഗിനെ വരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു അപകടം നടന്ന പ്രദേശത്തിനുള്ളിലേക്ക് കടന്നുള്ള പരിശോധന നടത്തും. ഇപ്പോൾ ഇവർ പുറത്തു നിന്നുള്ള ഈ പരിശോധനയ്ക്ക് മുൻപുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ നടപടിക്രമങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്. അതിനുശേഷം അകത്തേക്ക് കടന്നുള്ള മറ്റ് പരിശോധനകൾ, കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പൂരത്തിനെ സംബന്ധിച്ച്, തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച വലിയ ഒരു ദുരന്തം തന്നെയാണ് അത്. ഒരു കാരണവശാലും മറക്കാനാവാത്ത ഒരു ദുരന്ത ചരിത്രം തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഒരു അപകടം കഴിഞ്ഞ ദിവസം നടന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളിലേക്ക് പോകാതെ തൃശ്ശൂർ പൂരം വളരെ ചടങ്ങുകൾ മാത്രമാക്കി ചുരുക്കാനുള്ള ഒരു ആലോചന ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും നടത്തുക. കാരണം സാമ്പിൾ വെടിക്കെട്ടിനടക്കം ഉപയോഗിക്കാൻ വേണ്ടിയിരുന്ന വലിയ ഒരു വെടിക്കോപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെടിപ്പുരകൾ നിന്നിരുന്ന ഈ ഒരു പ്രദേശം ഒന്നടങ്കം ചാമ്പലായി. സാമ്പിൾ വെടിക്കെട്ടിനും അതുപോലെ പ്രധാന വെടിക്കെട്ടിനുമൊക്കെ ഉപയോഗിക്കാൻ വെച്ചിരുന്ന ഈ ഒരു പടക്കങ്ങളും വെടിക്കോപ്പുകളുമാണ് ഇത്തരത്തിൽ ഈ ചാമ്പലായത്, ഒരു നിമിഷം കൊണ്ട് ചാമ്പലായത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ, അത്തരത്തിലുള്ള ആഘോഷങ്ങൾ മാറ്റിവെച്ച് ചടങ്ങുകൾ മാത്രമാക്കി പൂരം നടത്താമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താനാണ് സാധ്യത പ്രധാനമായും ഈ ദേവസ്വങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നാളെ ദേവസ്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിൽ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. ആ കൂടിക്കാഴ്ചയിലായിരിക്കും ഇത് ചടങ്ങുകളാക്കണോ
അല്ലെങ്കിൽ വിപുലമായി തന്നെ പൂരം നടത്താനുള്ള സാഹചര്യമുണ്ടോ എന്നതടക്കം തീരുമാനമാവുക. ഈ തൃശ്ശൂർ പൂരം അത് ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പൂരം എന്നതിലുപരി നിരവധി പേരുടെ ജീവിതം കൂടിയാണ്. ഇതൊരു ബിസിനസ് കൂടിയാണ്. നിരവധി പേര് അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഉപജീവനം നയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിൽ എങ്ങനെ പൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതായിരിക്കും സ്വാഭാവികമായും ദേവസ്വങ്ങൾ ചിന്തിക്കുക. അത്തരത്തിലുള്ള നടപടികൾ, അതായത് ഈ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാത്ത രീതിയിൽ പൂരം കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം കൂടി ചിന്തിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പുനർവിചിന്തനം ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ തിരച്ചിൽ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തയ്യാറായി. തീർച്ചയായിട്ടും ഹരീഷ്, എന്തായാലും ഈ തൃശ്ശൂർ പൂരം ചടങ്ങുകൾ മാത്രമാക്കി ഒതുക്കാനാകുമോ അല്ലെങ്കിൽ ഒതുക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. മന്ത്രിസഭാ യോഗത്തിന് പൂർണ്ണമായിട്ടും വിട്ടു നൽകുകയാണ് ഇക്കാര്യം. അതേസമയം ആ മേഖലയിലുള്ള തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കിടാവർ നായകൾ അടക്കമുള്ളവ അവിടെ എത്തിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും മേഖലകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എത്തിപ്പെടാൻ സാധിക്കാത്ത മേഖലകളിൽ മൃതദേഹ അവശിഷ്ടങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് ഈ പരിശോധനാ സംഘം നോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഈ മുണ്ടത്തിക്കോട് ആ മേഖലയിൽ നടക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ദൃശ്യങ്ങളും സ്ക്രീനിൽ കാണാൻ സാധിക്കും. വിശാലമായ പാടമാണ്. 5ഓളം ഷെഡുകളാണ് അവിടെ, താൽക്കാലിക ഷെഡുകളാണ് അവിടെ നിർമ്മിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ള ഈ വെടിക്കോപ്പുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുക. അതിനുശേഷമാണ് ഈ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടക്കുന്ന മേഖലയിലേക്ക് ഇവ എത്തിക്കുന്നത്. എന്തായാലും ആ പരിപാടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അത് നടക്കുന്ന വേളയിലായിരുന്നു ഈ ഉച്ചയോടുകൂടെ തന്നെ ഇന്നലെ വലിയ ഒരു ദുരന്തം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ പരിശോധന അവിടെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആരോഗ്യമന്ത്രി വീണ ജോർജും അടക്കമുള്ളവർ ഈ ആശുപത്രിയിലൊക്കെ തന്നെ എത്തി ഈ ചികിത്സയിലുള്ളവരെ കണ്ടിരുന്നു. പ്രധാനമായും മികച്ച ചികിത്സ ഉറപ്പാക്കണം, അതിന് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊന്നും ഒരു കാരണമേ അല്ല എന്നതടക്കമുള്ള പ്രതികരണങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത്. ആ പ്രതികരണങ്ങൾ കാണാം. ഖേദം പ്രകടിപ്പിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ നാട് കണ്ട് വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ട് മാറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ അനുശോചനവും ദുഃഖവും അറിയിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇത്തരം അപകടങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നമുക്ക് ശാസ്ത്രീയമായി എങ്ങനെ ഇത്തരം പടക്ക നിർമ്മാണങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്നുള്ളത് പരിശോധിക്കേണ്ട സമയമായി എന്നുള്ളത് സംശയമില്ല. ഉത്സവങ്ങൾ സംഭവത്തിൽ പൊള്ളലേറ്റും പരിക്കേറ്റും ഇവിടെ എത്തിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ കൃത്യമായ ചികിത്സ ലഭ്യമാകുന്നു എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാ മൃതശരീരങ്ങളും നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബോഡി പാർട്സ് ആയിട്ട് കിട്ടിയിട്ടുള്ള ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ ശരീരഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ശരീരഭാഗങ്ങളുമുണ്ട്. ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി നീട്ടിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാനാണ് തന്റെ തീരുമാനമെന്നും നാവിക ഉപരോധം നീക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഇത് യുദ്ധപ്രഖ്യാപനമാണെന്നും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത്. വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെയാണ് 2 ആഴ്ച കൂടി കരാർ നീട്ടിയതായുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. ഇറാന്റെ ഭരണകൂടത്തിൽ ഭിന്നതകൾ നിലനിൽക്കുന്നതിനാൽ ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായി വെടിനിർത്തൽ നീട്ടുകയാണെന്നും എന്നാൽ രാജ്യത്തിന്റെ തുറമുഖങ്ങളിൽ US നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്കയുമായും ഇസ്രായേലുമായുമുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ നേതാക്കളും പ്രതിനിധികളും ഒരു ഏകീകൃത നിർദ്ദേശം സമർപ്പിക്കുന്നതുവരെ വെടിനിർത്തൽ തുടരും. എന്നാൽ ഇതൊരു യുദ്ധപ്രഖ്യാപനമാണെന്നും വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നുമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നിവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആക്രമണം നീട്ടിവെക്കാൻ തീരുമാനിച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കി.
അതേസമയം സമാധാന ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടാനിരുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ യാത്ര റദ്ദാക്കി. ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇറാൻ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇറാന് മേൽ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനാണ് അമേരിക്കയുടെ നീക്കം. ഇറാൻ, തുർക്കി, UAE എന്നിവിടങ്ങളിലെ 14 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വിമാനങ്ങൾക്കുമെതിരെ US ട്രഷറി വകുപ്പ് ഉപരോധം ഏർപ്പെടുത്തി. ആയുധങ്ങളും ഡ്രോൺ ഭാഗങ്ങളും കടത്തുന്നതിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിലൂടെ തകർന്ന ഇറാന്റെ മിസൈൽ ഡ്രോൺ നിർമ്മാണ ശേഷി വീണ്ടെടുക്കുന്നത് തടയുക എന്നതാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇറാനെ ആഗോള സാമ്പത്തിക വിപണിയിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നതിലൂടെ തങ്ങൾക്ക് അനുകൂലമായ ഒരു കരാറിൽ അവരെ എത്തിക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. തമിഴ്നാടും പശ്ചിമ ബംഗാളും നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഇതിൽ തമിഴ്നാട്ടിൽ 234 മണ്ഡലങ്ങളിൽ നാളെ ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ശക്തമായ ത്രികോണ പോരാട്ടമാണ് ഇത്തവണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കം നേതാക്കൾ നിരന്ന തീവ്ര പ്രചരണത്തിനാണ് തമിഴ്നാട്ടിൽ ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. DMK സഖ്യവും NDAയും വിജയ് നയിക്കുന്ന TVKയും ഒരുപോലെ ആത്മവിശ്വാസമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുന്നത്. വോട്ടിനായി പണം നൽകാൻ ഒരുങ്ങിയെന്ന പരാതി ഉൾപ്പെടെ നിരവധി വിമർശനങ്ങളാണ് പ്രചരണത്തിൽ ഉയർന്നത്. തമിഴ്നാട്ടിൽ ഇതുവരെ 1212 കോടിയോളം രൂപയുടെ പണവും മറ്റ് സമ്മാനങ്ങളും പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പശ്ചിമ ബംഗാളും ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. ജൽപായ്ഗുരി, ഡാർജിലിംഗ്, മാൾഡ തുടങ്ങി 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലെത്തും. SAR മുതൽ വനിതാ സംവരണം വരെയുള്ള വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പോരാട്ടമാണ് മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസും BJPയും നടത്തിയത്. BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള വടക്കൻ ബംഗാളിലെ മണ്ഡലങ്ങളും ആദ്യഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും സുരക്ഷ ശക്തമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഏപ്രിൽ 29-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. വാൽപ്പാറ ദുരന്തത്തിൽ പെട്ട് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. കോയമ്പത്തൂരിൽ ചികിത്സയിലായിരുന്ന സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദാണ് ഇന്ന് പുലർച്ചെ മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 10 ആയി. കോയമ്പത്തൂരിൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു നൌഷാദ് അലി. അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. പാമ്പുകടിയെ തുടർന്നുള്ള മരണങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പാമ്പുകടിയുടെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൊച്ചി അമൃത ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ ആൻഡ് ക്രിട്ടിക്കൽ കെയർ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ശബരീഷ് B സംസാരിക്കും. ഞാൻ ഡോക്ടർ ശബരീഷ്, അമൃത ഹോസ്പിറ്റലിലെ എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ വിഭാഗം കൺസൾട്ടന്റ്. ഉറങ്ങിക്കിടന്നിരുന്ന 2 കുട്ടികൾക്ക് പാമ്പുകടി ഏൽക്കുകയും അതിലൊരു കുട്ടി മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയും നാം എല്ലാവരും കേട്ടു. പാമ്പുകടിയേറ്റ് ഓരോ ആൾക്കാർ മരിക്കുമ്പോഴും അത് നമ്മളെ കൂടുതൽ ജാഗരൂകരാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു മാസങ്ങളിൽ, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പാമ്പുകടി കൂടാനുള്ള സാധ്യതയുള്ളത് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. വേനൽക്കാലമായി അതിനനുസരിച്ച് തന്നെ പുറം ഭാഗങ്ങൾ, അതായത് പുറത്തൊക്കെ തന്നെ ചൂട് കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനനുസരിച്ച് പാമ്പുകൾ ചൂട് കുറഞ്ഞ തണുപ്പുള്ള ഭാഗങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ഈ ഒരു വാർത്തയിലുള്ളത് ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന പാമ്പാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അതിൻ്റെ ഭക്ഷണം തേടി പുറത്തോട്ടിറങ്ങും. അതിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴും എലികളാകാം, ചെറിയ എലികളാകാം, മറ്റു ചെറിയ പാമ്പുകളാകാം, പല്ലികളാകാം, തവളകളാകാം. ഇതൊക്കെ തേടി അത് പുറത്തോട്ടിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് എങ്ങനെയാണ് കയറുന്നത്? പലപ്പോഴും നമ്മുടെ ഡോറിൻ്റെ ഇടയിലുള്ള ഹോളുകളിലൂടെ, അത് കൂടുതലും ഇത് രാത്രിയാണ് സംഭവിച്ചിരിക്കുന്നത്. പാമ്പുകളും കൂടുതൽ രാത്രി പുറത്ത് ഭക്ഷണം തേടി അല്ലെങ്കിൽ ഈ തണുപ്പ് തേടി ഇറങ്ങാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ കതകിൻ്റെ ഇടയിലുള്ള ഹോളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ പാളികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓടകളുണ്ടെങ്കിൽ ഈ ഭാഗത്തോടുകൂടെയൊക്കെ തന്നെ ഈ പാമ്പുകൾ വീട്ടിൻ്റെ അകത്തോട്ട് കയറാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇത് അഥവാ വീട്ടിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും വീടിനെ ഒരു സ്റ്റേ പ്രൂഫ് ആക്കാൻ വേണ്ടിയുള്ള എഫേർട്സ് എടുക്കുക. അഥവാ വരികയാണെങ്കിൽ തന്നെ അത് നമ്മൾ ബൈറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക. ഇത് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായതുപോലെ തന്നെയാണ്. പലപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ, തറയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരാളെ ക്രേറ്റ് കടിച്ചു എന്നുള്ളത് അത്ര അസ്വാഭാവികമായ ഒരു വാർത്ത അല്ല ശരിക്കും പറഞ്ഞാൽ. അത് സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു രീതി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? പരമാവധി തറയിൽ കിടന്ന് ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. പൊക്കമുള്ള കട്ടിൽ കിടന്ന് ഉറങ്ങുക എന്നുള്ളത് ഒരു സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ അഥവാ നമ്മളങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ തന്നെ അതിന് പ്രിവെൻറ്റ് ചെയ്യുക. പാമ്പ് ഉള്ളിലോട്ട് കടക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യാവുന്നത്. ഒന്നെന്ന് പറയുന്നത് മുകളിൽ നിന്ന് തൂങ്ങുന്ന കൊതുകുവലകൾ ഉണ്ടെങ്കിൽ അത് ബെഡിൻ്റെ ഉള്ളിലോട്ട് ടങ്ക് ചെയ്ത് വെച്ച്, അതായത് ഗ്യാപ്പ് ഇടാതെ ഫുള്ളി കവർ ചെയ്തുള്ള രീതിയിലുള്ള കൊതുകുവല കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, നമ്മൾ ക്ലാസിക്കലി ഒരു പാമ്പ് കടി ഏൽക്കുമ്പോൾ നമ്മൾ പറയുന്നതായ ലക്ഷണങ്ങളുണ്ടല്ലോ. ആ ഒരു ഭാഗത്ത് വീർത്ത് വരിക, അല്ലെങ്കിൽ വേദന ഉണ്ടാകുക,
മുതലായ കാര്യങ്ങൾ അതൊക്കെ പലപ്പോഴും ഈ ഒരു പാമ്പ്, അതായത് നമ്മുടെ ശംഖുവരയൻ എന്ന പാമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകണമെന്നില്ല. ഇതിൻ്റെ ബൈറ്റ് മാർക്ക് പോലും പലപ്പോഴും വളരെ വളരെ സൂക്ഷ്മമായിരിക്കും. നമ്മൾ ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും ചിലപ്പോൾ ക്ലിയറായിട്ട് കാണാത്ത രീതിയിൽ പോലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ക്ലാസിക്കലായിട്ടുള്ള 2 കുത്തുള്ള മാർക്ക് ചിലപ്പോൾ കാണണമെന്നില്ല, ലോക്കൽ റിയാക്ഷൻസ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഈ കുട്ടിയിൽ ഉണ്ടായതുപോലെ തന്നെ വയറുവേദന, ഛർദി മുതലായ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അതിൽ ഉപരിയായിട്ട് ഇത് നമ്മളെ ബാധിക്കുന്ന നമ്മുടെ നാഡീവ്യൂഹങ്ങളെയാണ്. അപ്പോൾ പലപ്പോഴും ആദ്യമായിട്ട് കണ്ടുവരുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കുട്ടി പോവുക, മയക്കത്തിലോട്ട് പോവുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളിലോട്ട് പോവുക, ഇങ്ങനെയുള്ള ഒരു ന്യൂറോളജിക്കലായിട്ടുള്ള സിംറ്റംസ് ആണ് കൂടുതലായിട്ട് ഒരു ക്രേറ്റ് ബൈറ്റ് കാരണം ഉണ്ടാകുന്നത്. ഇതേ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു പാമ്പാണ് നമ്മുടെ കോബ്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂർഖൻ എന്ന് നമ്മൾ പറയുന്ന പാമ്പ്. അപ്പോൾ ഈ പാമ്പുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ക്ലാസിക്കലായിട്ട് പറയുന്ന ലക്ഷണങ്ങൾക്കുപരി കൂടുതലും ഇതേപോലത്തെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് എന്നുള്ളതും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് ഇങ്ങനെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞു പെട്ടെന്ന് എണീറ്റിട്ട് ഉണ്ടാകുന്ന വയറുവേദനയും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ നമ്മൾ ഒരിക്കലും തന്നെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് പാമ്പ് കടിയാകാമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകുകയും ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴായാലും ഇതിനുള്ളൊരു സാധ്യതകൾ നമ്മൾ ചുറ്റോടും പാമ്പുകളുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് ഡോക്ടറോട് പറയുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. ഇനി അഥവാ ഒരു പാമ്പ് കടി ഏറ്റു എന്ന് തന്നെ വിചാരിക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. അത് പലർക്കും ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യവും തന്നെയാണ്. ഒന്ന്, ആ പാമ്പ് കടി ഏറ്റ ഭാഗം പരമാവധി അനക്കാതിരിക്കാൻ നോക്കുക, ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും അതിൻ്റെ മുകളിലൊരു ഇറുക്കി കെട്ടുക എന്നുള്ളത് ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് പലപ്പോഴും കൂടുതൽ അപകടകരമായി മാറുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഒരിക്കലും കെട്ടേണ്ട ഒരു കാര്യമില്ല. ആ ഭാഗം കാലാണെന്നുണ്ടെങ്കിൽ കാല് ഇമ്മൊബിലൈസ് ചെയ്യുക, അനക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ പാമ്പ് കടിയേറ്റയാളുടെ പരമാവധി സമാശ്വസിപ്പിക്കുക, പ്രശ്നങ്ങളില്ല, ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കാമെന്നുള്ളൊരു ധൈര്യം കൊടുക്കുക അയാൾക്ക്. കാരണം ഹൃദയത്തിൻ്റെ താളം കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഈ വെനം നമ്മുടെ ശരീരത്തിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പാമ്പ് കടിയേറ്റാൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി 2, പാമ്പിനെ തല്ലിക്കൊന്ന് കൊണ്ടുവരിക, അതൊരിക്കലും തന്നെ നമുക്ക് അഡ്വൈസ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ശരിയാണ്, ഒരു പാമ്പ് കടി ഏൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ അതിൻ്റെ ചികിത്സ നിർണ്ണയിക്കുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ്. ഒരു പാമ്പ് കടിച്ച വിഷപ്പാമ്പാണ് അല്ലെങ്കിൽ വിഷമുള്ള ഒരു പാമ്പാണ് എന്നുള്ളതിൻ്റെ പുറത്തല്ല നമ്മൾ മരുന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിനുള്ള ASV എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ടായിരിക്കും. അതുകൊണ്ട് ഒരു പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ക്രൂഷ്യൽ ഒരു ഇൻഫർമേഷൻ അല്ല പലപ്പോഴും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു പാമ്പ് കടിച്ചു, ആ പാമ്പ് ഫ്രണ്ടിലുണ്ട്, ഒരു ഫോട്ടോ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പാമ്പിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്ത് നിങ്ങൾ കടി വാങ്ങുക എന്നുള്ളതല്ല. പക്ഷേ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു അഡീഷണൽ ഇൻഫർമേഷനായിട്ട് ചികിത്സിക്കുന്ന ആൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനായിട്ട് മാറാം. ഒരിക്കലും പാമ്പിനെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്ത് കൊല്ലുക അല്ലെങ്കിൽ കടിച്ച പാമ്പിനെ തല്ലിക്കൊല്ലുക എന്നുള്ള അഡ്വൈസബിൾ അല്ല. ഇതിനെന്താണ് പിന്നെ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ പലപ്പോഴും നല്ല റിസോഴ്സസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ എല്ലാവർക്കും ഫോണുള്ളതാണ്. ഫോണിൽ തന്നെ സർപ്പ എന്ന് പറയുന്ന ആപ്പുണ്ട്, സ്നേക്കിപീഡിയ എന്ന് പറയുന്ന ആപ്പുകളുണ്ട്. ഇതൊക്കെ തന്നെ സ്നേക്ക് റെസ്ക്യൂവേഴ്സിലോട്ടുള്ള ആക്സസ് നമുക്ക് തരുന്നുണ്ട്. അതിനകത്ത് ഏത് ഏരിയ നോക്കുവാണെങ്കിൽ എവിടെയാണ് സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ഉള്ളതെന്നുള്ള ഇൻഫർമേഷൻ നമുക്കുണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റൽസ്, ASV അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൻ്റെ പേരുകളും അതിൻ്റെ വിശദമായ വിവരങ്ങളും ഒരു ജിയോ ലൊക്കേഷൻ വെച്ചിട്ട് തന്നെ ഈ ആപ്പുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റ് സ്നേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും എല്ലാം തന്നെ ഈ ആപ്പുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള റിസോഴ്സസ്, റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും മറ്റൊരു നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് നേരിടാം. അമൃത ടെലിവിഷൻ പ്രോഗ്രാം വിഭാഗത്തിലെയും കൊച്ചി മലബാർ ബ്യൂറോകളിലെയും ജീവനക്കാർ ഒത്തുചേർന്ന് വിഷു ആഘോഷം സംഘടിപ്പിച്ചു. വൈറ്റില സ്റ്റുഡിയോ കോംപ്ലക്സിലായിരുന്നു ജീവനക്കാർ ഒത്തുചേർന്ന് വിഷു ആഘോഷം കെങ്കേമമാക്കിയത്. കൊച്ചി വൈറ്റിലയിലെ വിശാലമായ സ്റ്റുഡിയോ കോംപ്ലക്സിൽ വെച്ചായിരുന്നു വിഷു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കൊച്ചി സ്റ്റുഡിയോയിലെ ജീവനക്കാരും മധ്യകേരളം മലബാർ മേഖലയിലെ വാർത്താവിഭാഗം ജീവനക്കാരും വിഷു ആഘോഷത്തിന് എത്തിയിരുന്നു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അമൃത ടെലിവിഷൻ ഡയറക്ടർ മഹാദേവനയ്യർ സ്വാമിജിയെ ആദരിച്ചു. എന്തിനാണ് ഇത്രയധികം ഉത്സവങ്ങളെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാറുള്ളത്, നമ്മുടെ ജീവിതത്തെ എല്ലാ ദിവസത്തെയും ഉത്സവമാക്കി മാറ്റുവാനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ഉത്സവം. എന്നും വിഷുദിനമായി മാറട്ടെ എന്ന് ആശിക്കുകയാണ്. പുതുമ വരണമെങ്കിൽ ഉള്ളിൽ സ്നേഹം വരണം, അല്ലെങ്കിൽ എല്ലാം ബോറടിപ്പിക്കും. ഈ ലോകത്തെ സകലതും ബോറടിപ്പിക്കുന്ന വസ്തുക്കളാണ്. സ്നേഹമുണ്ടെങ്കിലേ എന്നും പുതിയതായിരിക്കുള്ളൂ. എന്നും പുതുമ ഉണ്ടാവുന്നത് സ്നേഹം ഉണരുമ്പോഴാണ്. അപ്പോൾ പുതുവർഷം പുതുമ ഉണർത്തുന്നത് നമ്മുടെ ഉള്ളിലെ ദിവ്യ പ്രേമം ഉണരുന്ന സമയത്താണ്.
അമൃത TV ബിസിനസ് ഹെഡ് ശിവകുമാർ R, GM ഓപ്പറേഷൻസ് അരുൺ രാജ് എന്നിവർ ചടങ്ങിൽ സാന്നിധ്യമായി. വിഷു കൈനീട്ടത്തോടൊപ്പം അമ്മയുടെ സന്ദേശമായ വിഷു തൈനീട്ടവും ചടങ്ങിൽ വിതരണം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി വിഭവസമൃദ്ധമായ സദ്യയും നടന്നു. അമൃത ന്യൂസ്, കൊച്ചി. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ന് 1 വർഷം. പാക് ഭീകരരുടെ വെടിയുണ്ടകൾ 26 ജീവനുകളാണ് കവർന്നത്. ബൈസ്രൻ താഴ്വരയിലുണ്ടായ ആക്രമണത്തിൽ മലയാളിയായ കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് തിരിച്ചടി നൽകിയത്. ലഷ്കർ-ഇ-തോയ്ബയുടെ നിഴൽ സംഘടന ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയിരുന്നു. പാകിസ്ഥാനുമായി അന്ന് വിച്ഛേദിച്ച നയതന്ത്ര ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. കനത്ത സുരക്ഷയിലുമാണ് ഈ മേഖല. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്ന് വ്യാപാരം ആരംഭിക്കുക? വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള വിപണികളെല്ലാം നഷ്ടമാണ്. ഏഷ്യൻ വിപണികളിൽ ഇപ്പോൾ നഷ്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ വിപണിയിലും ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിലുണ്ടായിരുന്ന നിക്ഷേപ താല്പര്യത്തിൽ ഒരുപക്ഷെ നിക്ഷേപകർ ഇന്ന് ലാഭമെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അതും കൂടി ചേർക്കുമ്പോൾ ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെയും നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. എന്നാൽ നിക്ഷേപ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പന തുടരുക തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം US-ഉം ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇനി ദീർഘിപ്പിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് വിപണിക്ക് മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരകമാവുകയും ചെയ്യും. മറിച്ചാണെങ്കിൽ വിപണിയിൽ ഇനിയുണ്ടാകുന്ന ഓരോ തിരുത്തലുകളും നിക്ഷേപ അവസരവുമായിരിക്കും. വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലെ കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം. 24,500 എന്ന നിലവാരത്തിന് മുകളിലേക്ക് ഇന്നലെ വ്യാപാരത്തിനിടെ എത്തിയിരുന്നു. ആ 24,500 എന്നുള്ള നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുകയും 24,800 എന്ന നിലവാരം മറികടന്ന് വ്യാപാരം നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിപണിയിൽ ഒരു തുടർച്ചയായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യാം. SK ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അക്ഷയ തൃതീയ ആഘോഷങ്ങൾക്ക് ഭീമ ജ്വല്ലറിയിൽ ഉജ്ജ്വല സമാപനം. ഭീമ ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. 2 ദിവസവും പുലർച്ചെ 7 മണി മുതൽ അർദ്ധരാത്രി വരെ വ്യാപാരം നീണ്ടുനിന്നു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ സ്വർണം വാങ്ങാൻ ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് ഭീമയുടെ ഷോറൂമുകളിലെത്തിയത്. വിവാഹ പാർട്ടികളും നിക്ഷേപകരും ഒരുപോലെ ഭീമയെ തെരഞ്ഞെടുത്തതാണ് ഈ വൻ വിജയത്തിന് പിന്നിലെന്ന് മാനേജ്മെന്റ് അഭിപ്രായപ്പെട്ടു. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ 50% വരെ ഇളവ്, പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ ഓരോ പവനും നൽകിയ അധിക ആനുകൂല്യം, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ നൽകിയ ഇളവ് എന്നിവ ഉപഭോക്താക്കൾക്ക് വലിയ നേട്ടമായി. പ്രശസ്ത ആരാധനാലയങ്ങളിൽ പൂജിച്ച സ്വർണ്ണ നാണയങ്ങൾക്കും ക്ഷേത്ര പൂജാരിമാരുടെ കൈകളിൽ നിന്നും നേരിട്ട് സ്വർണം സ്വീകരിക്കാനുള്ള അവസരത്തിനും വലിയ ജനശ്രദ്ധ ലഭിച്ചു. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെ 47 റൺസിന് തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഉയർത്തിയ 243 റൺസിന്റെ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഡൽഹിക്ക് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. തുടർച്ചയായ 3ാം ജയത്തോടെ ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് ഉയർന്നു. IPL ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. 6 മത്സരങ്ങളിൽ നിന്നും 4 ജയവുമായി പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്താണ് രാജസ്ഥാൻ. അതേസമയം 2 ജയം നേടി 9ാം സ്ഥാനത്തുള്ള ലക്നൌവിന് ഇന്ന് ജയം അനിവാര്യമാണ്. രാത്രി 7:30 മുതൽ ലക്നൗ ഏക്ന സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.